ശാസ്ത്രം. എൻ്റെ മരുമോൻ കാനഡയിലാണ് ജോലി ചെയ്തത്. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മോന് ജോലി കിട്ടി. പിന്നെ 1 വർഷം ആകാറായപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് വേറൊരു ജോലി കിട്ടി. പക്ഷേ അത് സാലറി ആദ്യത്തേലും പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ ജീവിത ചെലവ് കൂടുതലായതുകൊണ്ട് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, അഗവണ്ട ജപമാല റാലിയിൽ ഞാൻ വന്നുകൊള്ളാം. അതേപോലെ തന്നെ ഞാൻ റാലിയിൽ പങ്കെടുത്തു. 3-ാം ദിവസം മോള് എന്നെ വിളിച്ചു പറഞ്ഞു, മമ്മി ആദ്യത്തെ കമ്പനിയിൽ തന്നെ വിളിച്ചു. എന്നിട്ട് അവർ അന്ന് തന്നെ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തു. അങ്ങനെ ആ ജോലി തിരിച്ച് കിട്ടി. ഇതിൻ്റെ ഇടയിൽ മോൾക്കും അതേപോലെ അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലി കിട്ടി. പക്ഷേ കൊച്ച് ഡേ കെയറിൽ പോകാത്തതുകൊണ്ട് മോൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ജോലിക്ക് ട്രൈ ചെയ്തിട്ടപ്പോൾ പിന്നെ ജോലി കിട്ടുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി. അവിടെ ജോലി കൊടുക്കണില്ല. അത് സ്റ്റുഡൻറ്റ് വിസക്കാർക്ക് ജോലി കൊടുക്കാനുള്ള. അങ്ങനെ ഇന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു 2 മാസം മുമ്പായിട്ട് മോൾക്ക് ശനിയും ഞായറും, അതായത് ഒരു ദിവസം 10 മണിക്കൂർ വീതം 2 ദിവസം ജോലി ചെയ്യാം മോൾക്ക് ജോലി കിട്ടി. ഇതിൻ്റെ ഇടയിൽ പേരക്കുട്ടിക്ക് ഒരു ദിവസം രാത്രി പെട്ടെന്ന് പനി വന്ന് ഛർദ്ദിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കഴിഞ്ഞപ്പോൾ 104 ഡിഗ്രി പനി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മോളുടെ ഫോട്ടോ എടുത്തിട്ട് മോളുടെ നെറ്റിയിൽ ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വെളുപ്പിന് തന്നെ പനി കുറയുകയും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ എത്തുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരു കടയുണ്ട്. അപ്പോൾ അത് കോവിഡ് സമയം ആയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ വാടക കിട്ടുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടിലായി. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, നിർത്തി വന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ വാടക ബിൽഡിങ്ങിൽ നിന്നാണ് ഞങ്ങളുടെ വരുമാനം. അങ്ങനെയാണ് ജീവിക്കണത്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ നമുക്കിത് കട കൊടുക്കാം. അങ്ങനെ 1 വർഷം കട കൊടുക്കാമെന്നും പറഞ്ഞ് ഇരുന്നു. 1-2 പേരോടൊക്കെ പറഞ്ഞു. പക്ഷേ അതങ്ങനെ മന്ദഗതിയിലായിരുന്നു. ഇവിടെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ മാതാവിൻ്റെ കാശുരൂപം തന്നു. അത് ഞങ്ങൾ ഈ ബിൽഡിങ്ങിൽ ഞങ്ങളത് സ്ഥാപിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വീടും വിൽക്കുവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 വർഷമായിട്ടാണ് വീട് വിൽക്കാനായിട്ട് ഇരുന്നേച്ചത്. അപ്പോൾ ആ മാസം തന്നെ വീടിൻ്റെ കാര്യത്തിനും വന്നു. ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ കാശുരൂപം തന്നു. ആ കാശുരൂപം ഞങ്ങൾ വീട്ടിൽ വെച്ചു. പിന്നെ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലും വീടിന് ചുറ്റും ഉടമ്പടി ഉപ്പ് ഇട്ടായിരുന്നു. പെട്ടെന്നാണ് അത് ഞങ്ങളുടെ നാട്ടിലുള്ള തന്നെ ഒരു ആളുകൾ വന്ന് ആ വീട് ഇപ്പോൾ വാങ്ങിച്ചു. അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി 2 ആഴ്ചയ്ക്ക് മുൻപ് പെട്ടെന്ന് ഷുഗർ വന്നിട്ട് ആൾ ആകെ തളർന്ന് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 ആഴ്ച ICUലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ഇപ്പോൾ രാത്രിയാണ് ഞങ്ങളുടെ അടുത്ത് ഇത് ഇത് ബോധം വന്നപ്പോൾ എന്നെയും ഹസ്ബൻഡിനെയും ചോദിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ തന്നെ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞങ്ങളപ്പോൾ ഈ ഉടമ്പടി പുതുക്കാനുള്ള ദിവസങ്ങളാണ്. 8-ാം തീയതിയാണ് ഉടമ്പടി പുതുക്കേണ്ടിയിരുന്നത്. അപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഈ വീടിൻ്റെ സെയിലും കാര്യങ്ങളായതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വരാൻ പറ്റിയില്ല. അപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് ആ ചേച്ചിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ഇപ്പോൾ ചേച്ചി മിനിഞ്ഞാന്ന് രാത്രി വീട്ടിൽ വന്നു. ഇന്നലെ ഞങ്ങൾ പോയി കണ്ടു. നല്ല ഇപ്പോൾ ആരോഗ്യവതിയെ നല്ല സന്തോഷത്തിൽ ചേച്ചി ഇരിക്കും. പിന്നെ എൻ്റെ അനിയത്തി 13 വർഷമായി വീട് പണി തുടങ്ങിയിട്ട് 3/4 ഭാഗമായിട്ട് അങ്ങനെ നിന്നിരിക്കുകയായിരുന്നു. അവർ ഗൾഫിലായിരുന്നു. ഇവിടെ ഗൾഫിലത്തെ ജോലി നിർത്തി ഇവിടെ വന്നു. അപ്പോൾ അനിയനും ജോലി ആയിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനിയന് വീട്ടിൽ ഒരു നല്ലൊരു ബിസിനസ് തുടങ്ങുവാൻ സാധിച്ചു. ഇപ്പോൾ അവരുടെ വീട് പണി ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കണം. നല്ല ഭംഗിയുള്ളൊരു ഭവനമാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2022 15-ാം തീയതി 9-ാം മാസമാണ് ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരുന്നത്. ആദ്യമായി ഞങ്ങൾ ഉടമ്പടി എടുത്ത് ആ മാസം തുടങ്ങി കിട്ടണ അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ നിരവധിയാണ്. പറഞ്ഞാൽ
തീരുവില്ല. അതേപോലത്തെ അനുഗ്രഹങ്ങളും കൂടാതെ ഞങ്ങളുടെ പ്രദേശം മുഴുവൻ ഇപ്പോൾ അനുഗ്രഹമായി. ഞങ്ങളുടെ അടുത്തുള്ള മിക്ക കുടുംബങ്ങളെയും ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നു. എല്ലാ വീട്ടിലും, ഞങ്ങളുടെ ഏരിയയിലുള്ള എല്ലാ വീട്ടിലും ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊടുത്ത് ഉപ്പ് കൊടുക്കുമായിരുന്നു, തേൻ കൊടുക്കുമായിരുന്നു. നിരവധി കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 30 വർഷമായ മദ്യപാനം മാറി. ഇന്നിപ്പോൾ എൻ്റെ കൂടെ 2 പേര് വന്നിട്ടുണ്ട്. അതിലൊരാളുടെ ഹസ്ബൻഡ് 30 വർഷമായിട്ട് മദ്യപാനമായിരുന്നു. ഈ ഉടമ്പടി ഉപ്പ് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേശ്ശെ മദ്യപാനം കുറഞ്ഞു. പിന്നെ ആ കൂട്ടുകാരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോൾ പൂർണ്ണമായിട്ടും മദ്യപാനം നിന്നു. അപ്പോൾ ആ കൂട്ടുകാരുടെ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് എല്ലാ മാസവും കൃപാസനത്തിൽ വന്നുവെന്ന്. അവരങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു കുടുംബമാണ്. ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു 7 വർഷമായിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഈ കോട്ടുപള്ളി പറവൂർ കോട്ടുപള്ളി എന്നുള്ള സ്ഥലത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ അവരുടെ മോൻ കല്യാണം കഴിച്ചു എന്തോ 13-14 വർഷമായി. അന്ന് തുടങ്ങി ആ കുടുംബത്ത് ഭയങ്കര പ്രശ്നങ്ങൾ. ആ ഭർത്താവ് കുടിക്കൂല, കുടുംബം നന്നായിട്ട് നോക്കണ ആൾ. പക്ഷേ ആ കുടുംബത്തിൽ ഒരു സമാധാനമില്ല, തല്ലുപിടുത്തം, ബഹളം, ഭയങ്കര ബുദ്ധിമുട്ടും ഒച്ചപ്പാടും, അത് ആത്മഹത്യ ചെയ്യാൻ പോകല്, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമായിരുന്നു. ഒരു ദിവസം ഇതേപോലെ തന്നെ തല്ലുപിടുത്തവും കഴിഞ്ഞ് അടുത്ത കടയിലോട്ട് പോയപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ജിഷ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഞാൻ വിളിച്ച് വീട്ടിൽ കയറ്റിയപ്പോൾ എന്നോട് കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കരയുക. അപ്പോൾ കൃപാസനത്തിൻ്റെ ഒരു വലിയ ഫോട്ടോയാണ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചേക്കണത്, ലൈറ്റ് ഇട്ട ഫോട്ടോ. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ മാതാവിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിനോട് സങ്കടം പറയും, ഈ കൃപാസനത്തിൽ കൊണ്ടുവന്നപ്പോൾ ചേച്ചി എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൊണ്ടുവന്ന് അവരുടെ ഹസ്ബൻഡും മക്കളും എല്ലാവരും വന്ന്. ഇപ്പം ആ കുടുംബത്തിൽ ഭയങ്കര സമാധാനം. ഇപ്പം അവിടെ നാട്ടുകാർ പറയണത് എന്ത് അനുഗ്രഹിക്കപ്പെട്ടെന്നാണ് പറയണത്. ഈ പ്രദേശം നമ്മുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയിൽ പറയണ പോലെ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നത് ഭയങ്കര സത്യമുള്ള കാര്യമാണ്. അത്രയ്ക്ക് മാത്രം ഞങ്ങളുടെ ആ ദേശം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട് വന്നവരല്ല ഇഷ്ടമാതിരി പേരെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. എല്ലാവർക്കും അനുഗ്രഹം, ഒരാൾക്ക് പോലും അനുഗ്രഹമില്ലാതെ പോയിട്ടില്ല. അത് തന്നെ ഞങ്ങൾക്ക് കിട്ടണ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ശരിക്കും പ്രയത്നിക്കണം. എന്തോരം ആത്മാക്കളും നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ പറ്റും. അത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മുടെ ദൈവം ഭയങ്കര സന്തോഷിക്കും, മാതാവ് സന്തോഷിക്കും. അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണേണ്. നിരവധി പേരാണ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ എൻ്റെ 2ാമത്തെ ഉടമ്പടിയിൽ കുറേ അനുഗ്രഹം നടന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടുകാർ മൊത്തം കണ്ടതാണ്. അതോടുകൂടി കൃപാസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അനുഗ്രഹമായിട്ട് അത്രയ്ക്ക് മാത്രമാണ് ആ ഏരിയ മൊത്തം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇഷ്ടമാതിരി ആളുകളാണ് വന്നത്. ഞങ്ങൾ ഒരുപാട് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയ്ക്കും അനുഗ്രഹം എൻ്റെ കുടുംബത്തിനും എൻ്റെ ആ നാട്ടിലെല്ലാവർക്കും അനുഗ്രഹം കിട്ടിയതിന് അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം, ഞങ്ങളുടെ അടുത്തൊരു ഓർഫണേജ് ഉണ്ട്. അവിടെ പോയി ഞങ്ങൾക്ക് പറ്റാവുന്ന തരത്തിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഡ്രസ്സായിട്ടും ഭക്ഷണമായിട്ടും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൃപാസനത്തിലും ഞങ്ങൾക്ക് പറ്റുന്ന വിധത്തിലുള്ള നല്ല പണമായിട്ട് ഞങ്ങളോട് കൊടുക്കുന്നുണ്ട്. സാക്ഷ്യത്തിൽ ഇതിപ്പോൾ 3ാമത്തെ